പെർഫെക്റ്റ്. ആ ചേച്ചി എവിടെ സെറ്റ് ഉണ്ട്? എന്ത്? അല്ല സാധനങ്ങൾ ബർത്ത്ഡേക്കുള്ള. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാക്സിമം അക്ഷയ് കുമാർ. ബർത്ത്ഡേ പാർട്ടി ജോയ്മോൻ സാറിൻ്റെ ഇവിടെയല്ല. ഇതല്ലേ? അച്ഛനോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ സർപ്രൈസ് പോലെ നന്നായിരിക്കും. എന്താ മോളെ? സാർ ആ ഒച്ച ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ ഞങ്ങളെത്തി. എന്തോ അഡ്രസ് എന്തോ മാറിപ്പോയതാ. എന്താ കാര്യം? അല്ല ഏട്ടാ, ഈ അഡ്രസ്സ് ഇവിടെയല്ലേ? ഇത് ഇവിടെയല്ല, നമ്മുടെ സമ്പത്തിൻ്റെ വീടാ അവിടെ. ഓ ഓ ഓ ഓ സോറി, താങ്ക് യു. ആ അപ്പുറത്തെ വീട്ടിൽ വന്ന ഏതാണ്ട് ബർത്ത്ഡേ പാർട്ടി എന്താണ്ട. ഇതെന്താ പരിപാടി? നീ സമ്പത്തിൻ്റെ കല്യാണം വല്ലതും ആണോ? ഏയ് ഇതിവിടെങ്ങുമല്ല. നിങ്ങൾ അപ്പുറത്തപ്പുറത്തൊക്കെ അന്വേഷിച്ചു. ജോയ്മോൻ സാറ് ഈ ലൊക്കേഷൻ തന്നെയാണല്ലോ അയച്ചത്. ഇത് അമ്മയുടെ മോനല്ലേ? ഇതിലേത്? ഇതിൽ വലുത്. ഏയ് എൻ്റെ മോൻ ഇങ്ങനെയൊന്നുമല്ല. എൻ്റെ മോനെ എന്നെ പോലെയാണ്. ശരിയായി, നിങ്ങളെ പോലെ ഇല്ല. ഇതിപ്പോൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇതിപ്പോൾ എവിടെ സാധാരണ ഇങ്ങനെ സംഭവിക്കാത്ത. സാർ വെൽക്കം ടു ഇന്ത്യ. നമസ്തേ. യാത്രയൊക്കെ ഉണ്ടായിരുന്നു സാർ. ഞാനങ്ങ് പേടിച്ചില്ലാണ്ടായിപ്പോയി. ഇപ്പൊ സമാധാനം. ഇവിടെ എന്താണ് പരിപാടി? പറഞ്ഞോട്. ഇവന്റെ ബർത്ത്ഡേ ആണ്. അതിന് നീ ഏതാണ്? ഞാൻ ജോയ്മോൻ. ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല. അയ്യോ, ഞാൻ സമ്പത്തിനോട് പത്തി പഠിച്ചേ. ആണോടാ? അതെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാരണം. ഇവനെ നിങ്ങളുടെ കൂട്ടത്തിലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ പണ്ടമ്മേ. പക്ഷെ ഇപ്പൊ നേഴ്സ്, ഞാൻ ഡോക്ടർ. പക്ഷെ ഞാൻ കാനഡ, ഇവൻ കാക്കനാട്. അടി, ഞാൻ ജയിച്ചു. ആ വണ്ടി വരച്ചവന്റെ ബർത്ത്ഡേക്കുള്ള സാധനമാണോ? അല്ല സാർ, എല്ലാ സാധനം ഇങ്ങോട്ടുള്ളതല്ല, ബർത്ത്ഡേക്കുള്ള മാത്രമേ ഇവിടെ. അത്രേ ഉള്ളൂ, ചെറിയ സെറ്റപ്പ്. അത് കൊള്ളാല്ല. കുറച്ച് ലൈറ്റ്, കുറച്ച് ബൾബ്, കുറച്ച് കളറൊന്നും ഇല്ലാതെ ബർത്ത്ഡേ. പിന്നെ ബർത്ത്ഡേ പൊളിക്കണം നമുക്ക്. പൊളിക്കില്ലേ? അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ. ആ സാധനം പെട്ടെന്ന് ഇറങ്ങിയോ? പൊളിച്ചിട്ടിറങ്ങിയോ? ഇതെന്റെ വീട്. ഐശ്വര്യ, എന്നെ ഓർമ്മയില്ലേ? നമ്മള് പരിപാടിയൊക്കെ ബർത്ത്ഡേ അത് മറക്കരുത്. സ്വന്തം മാറരുത്. ചെല്ല് ചെല്ല്. ബൾബ് ഇട്ടോണ്ട് നാട്ടുകാരെ അറിയിച്ച് കള്ളു കുടിക്കാനുള്ള ഓരോ പരിപാടി. അപ്പൊ സാറേ ഹാപ്പി. ഇപ്പൊ പറയല്ലേ, രാത്രി 12 മണിക്ക് ശേഷം. അല്ല, എന്താ മോന്റെ പേര്? ജോയ്മോൻ. ഞാൻ കുഞ്ഞുമോൻ. അപ്പൊ സെറ്റ്. സെറ്റ്. ചേട്ടൻ വരണം. തീർച്ചയായിട്ടും പോണം, കുളിക്കണം, വരണം. അത്ര ചേട്ടാ, ഞാൻ വിളിക്കാം. എടാ വേണ്ട, ഞാൻ നീ എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടി കഷ്ടപ്പാട് വേണമെന്നില്ലായിരുന്നു. ബാക്കി പെട്ടി നീ എടുക്കൂലേ? അല്ല, ഇപ്പൊ എന്റെ കനേടി പെട്ടി. എനിക്ക് കനലിന്റെ പെട്ടി മതി. ആ നമുക്ക് നാളെ തൃശ്ശൂർ പിടിക്കുക. ചിലപ്പോ കിട്ടിയാലോ 1,00,000 കിലോമീറ്റർ ഓടിയത്. കനലെങ്കിൽ കനൽ. സോറി. ബോൾ. ഇത് അവിടെ എങ്ങനെ വെക്ക്. ജോയ്മോനെ, അതാട്ടോ ബാത്റൂം. നീ ഒന്ന് ഫ്രഷ് ആയിട്ടോ. നാട്ടിലെത്തിയിട്ട് എന്റെ ആദ്യത്തെ കളിയാ. കുളിപ്പിച്ച് കിടത്തു ഞാൻ. സമ്മതം തീർക്കല്ലേ, നമുക്ക് കൂടെ വെച്ചേക്കണേ. ഇതെങ്ങോട്ട് പോണവൻ? അവന് മാറാനുള്ള ഡ്രസ്സായിരിക്കും. അവന് ബർത്ത്ഡേ അല്ലേ? ഇത്ര വലിയ വെട്ടിയില്ല. അവനിടുന്ന ജാക്കറ്റ് വേണ്ട, അതിന് വലിയ വെട്ടിയൊക്കെ വേണ്ടിയില്ലേ? അവസാനം സ്ഥിരതാമസം ആക്കാരുന്നത് ഇവിടെ കിടന്നു. പക്ഷെ നീ ഇങ്ങനെ പിടക്കല്ലേ, അവൻ വന്ന് കയറിയില്ലുള്ളൂ. അവനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 2 അടിക്കാം. നീ ഒന്ന് ചില്ലേ, അടിക്ക്. അടിച്ചാൽ ശരിയാവും. പിടിക്ക്. എൻ്റെ മേലാവട്ടെ. ഗുഡ്. എങ്ങനെയുണ്ട്? ചാത്താൻ സാധനങ്ങളിൽ ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? സാറേ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ? എടാ ഇങ്ങോട്ട് വെച്ചോടാ. നെഞ്ചത്താ. നീ തുടങ്ങി ചേട്ടാ, സ്ഥലം ഞാൻ കാണിക്കാം. ഓക്കെ സാർ. എൻ്റെ ഒരു വയറും കൂടെ കാട്ടും. ഇപ്പൊ ഈ ബർത്ത്ഡേ ചെയ്യാൻ വരെ ഇവന്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലേ? സാറി നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ബർത്ത്ഡേ മാത്രമല്ല സാറേ, 4 കെട്ട്. അല്ല ശരി, 100 കെട്ട്, താലികെട്ട്, 28 മാമുദിസ, പെരുന്നാൾ, ഹർത്താല്. പിന്നെ ഇപ്പൊ ഒരു പുതിയ പരിപാടി ഉണ്ട്, സെക്രട്ടേറിയറ്റ് പരിപാടി. അതുകൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങനെ എല്ലാ പരിപാടികളുടെയും ഒരു ടോട്ടൽ സെലിബ്രേഷൻ സൊല്യൂഷൻസ് ആണ് സാർ മാക്സിമം ഇവന്റ്സ്. അപ്പൊ നിങ്ങളുടെ ഓഫീസ് എവിടെയാ? ഈ വീടിന്റെ താഴെ. ആ ഓട്ടോറിക്ഷ ഇല്ലേ, അതാണ് സാറിന്റെ ഓഫീസ്. അടിപൊളി. കാർഡുണ്ട് സാർ. ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്. മാക്സിമം കൊള്ളാം. വാ. അപ്പം ഇതാണ് സ്ഥലം, നമ്മുടെ സ്ഥിരം ചില്ലിങ് സ്പോട്ടാ. പെർഫെക്റ്റ് സാർ. DJ വരാൻ കുറച്ച് ലേറ്റ് ആവും, നമുക്ക് അവിടെ സെറ്റ് ചെയ്യാലോ. DJ? ഒന്നും വേണ്ട. DJക്ക് ജലദോഷാന്നല്ല പറഞ്ഞാൽ മതി. അല്ല സാർ, അതിന്റെ ഫുൾ പേയ്മെന്റ് ചെയ്തിരിക്കും. എന്നാൽ DJക്ക് പനിയാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.
സാർ അതുപോലെ നമ്മുടെ ബർത്ത്ഡേ കേക്കിൽ എഴുതാനായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അതിൻ്റെ ക്യാഷ് ഒക്കെ അവൻ തന്നിട്ടുണ്ടോ? ഇത് കോംപ്ലിമെൻ്ററി ആണ് സാർ. ഓ നൈസ്. എന്തൊരു കാര്യം ചെയ്യും, അതിൽ വിത്ത് ലവ് ഫ്രം ഡോക്ടർ ഫൈസൽ ഖാൻ എന്ന് എഴുതിയാൽ മതി. നീയേ ആ ബീഫ് നിളക്കിക്ക് ഇന്നലെ ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നല്ല പ്രോത്സാഹനമാണല്ലോ. അവനോടൊക്കെ എന്ത് പറയാനടി, കുടുംബം നോക്കുന്നതിൻ്റെ അഹങ്കാരമാണ് അവന്. പിന്നെ ഈ വീട്ടിൽ കുറേ കാലത്തിന് ശേഷമാണ് വേറൊരുത്തൻ കയറി വന്നേ. ആ ഫൈസലിനെ കണ്ട് ഞാൻ മടുത്ത്. അതിന് സമ്പത്തോടെ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ വീട്ടിൽ കയറ്റൂലല്ലോ. അവൻ്റെ വിചാരം ഈ നാട്ടിൽ സൗന്ദര്യമുള്ളവരെത്തി അവന് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാലേ അത്ര സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല കേട്ടാ. നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനൊക്കെ ഏത് ലെവലായിരുന്നെന്നാ. ആ ലെവൽ 2 2 പിള്ളേര്. वो गूगल लोकेशन सेंट वो घर उसका നേരെ ഓപ്പോസിറ്റ് ബഡാ ഘർ. അല്ലാതെ ഇവിടെ പറഞ്ഞതാ. അതെ, ബൾബ് അത് മതിയാവില്ല. ആ ബൾബ് കുറച്ചുകൂടെ വേണ്ടി വരും. ആ ആ ആ പിന്നെ ആ കേക്കിലെ കാനഡയുടെ കൊടി. കാനഡ. ബൈ ബൈ ബൈ. ഉദർ 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 ഉദർ. അതെ, കാനറ ബാങ്കിൻ്റെ കൊടിയല്ല, കാനഡ. ഓ ഓ സ്റ്റോൺ ഇതോ. अभी ठीक है सर, बरोबर है ना? अभी वो वायर. അക്ഷയ് കുമാർ ഒരെണ്ണം അടിക്കുന്നോ? ഇല്ല സാർ, ഡ്യൂട്ടി സമയത്തില്ല സാർ. ഓ Thanks. ഡ്യൂട്ടി. എൻ്റെ പൊന്നു ബായ്, ഒന്ന് ജൽദി ആക്കി യാർ. अरे कर रहा है सर, काम तो करना दो. ओए ठीक से मान लेना. സാർ എങ്ങനെയുണ്ട്? ഓണാക്കല്ലേ? അടിപൊളി. സമത്തട്ടൻ